ഇന്ന് ദിവസം 171. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായം 2, 2 ദിനവൃത്താന്തം അധ്യായം 25, സങ്കീർത്തനങ്ങൾ 70. 2 രാജാക്കന്മാർ അധ്യായം 2. ഏലിയ സ്വർഗത്തിലേക്ക്. കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും എലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. ഏലിയ എലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ബഥേൽ വരെ അയച്ചിരിക്കുന്നു. എന്നാൽ എലീഷ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. ബഥേലിലുണ്ടായിരുന്ന പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്നെടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ്, എനിക്കറിയാം. നിശബ്ദമായിരിക്കുവിൻ. ഏലിയ എലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജെറീക്കോയിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പ്രതിവചിച്ചു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ അവർ ജെറീക്കോയിലെത്തി. ജെറീക്കോയിലുണ്ടായിരുന്ന പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്നെടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ്, എനിക്കറിയാം. നിശബ്ദരായിരിക്കുവിൻ. അനന്തരം ഏലിയ എലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അവർ ഇരുവരും ജോർദാന് സമീപമെത്തിയപ്പോൾ പ്രവാചകഗണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ വന്നു നിന്നു. ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു. വെള്ളം ഇരുവശത്തേക്കും മാറി. ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. മറുകരെ എത്തിയപ്പോൾ ഏലിയ എലീഷായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു ആഗ്നേയരഥവും ആഗ്നേയാശ്വങ്ങളും അവരെ വേർപ്പെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്കുയർന്നു. എലീഷ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല. അവൻ വസ്ത്രം കീറി. എലീഷ പ്രവർത്തനം തുടങ്ങുന്നു. അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്ന് നിന്നു. അവനത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്കും മാറി. അവൻ കടന്നുപോയി. ജെറീക്കോയിലെ പ്രവാചകഗണം എലീഷായെ കണ്ടപ്പോൾ ഏലിയയുടെ ആത്മാവ് എലീഷായിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു. അവർ അവനെ താണു വണങ്ങി എതിരേറ്റു. അവർ അവനോട് പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരുടെ ഇടയിൽ 50 ബലവാന്മാരുണ്ട്. അങ്ങയുടെ യജമാനെ അന്വേഷിച്ചു പോകുന്നതിന് അവരെ അനുവദിച്ചാലും. കർത്താവിൻ്റെ ആത്മാവ് അവനെ വല്ല മലയിലോ താഴ്വരയിലോ ഉപേക്ഷിച്ചിരിക്കാം. അവൻ പറഞ്ഞു, ആരെയും അയക്കേണ്ട. അവൻ സമ്മതിക്കുവോളം അവർ നിർബന്ധിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അയച്ചുകൊള്ളുവിൻ. അവർ 50 പേരെ അയച്ചു. അവർ 3 ദിവസം അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്തിയില്ല. എലീഷ ജെറീക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു. അവൻ അവരോട് പറഞ്ഞു, പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ? നഗരവാസികൾ എലീഷായോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്കടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. എലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു. കഷണ്ടിത്തലയാ, ഓടിക്കോ. അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു. കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശപിച്ചു. കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി 42 ബാലന്മാരെ ചീന്തിക്കീറി. അവിടെ നിന്ന് അവൻ കാർമൽ മലയിലേക്കും തുടർന്ന് സമരിയായിലേക്കും പോയി. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന്
അദ്ധ്യായം 25. അമസ്യ. രാജാവാകുമ്പോൾ അമസ്യായ്ക്ക് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേംകാരിയായ യഹോവദ്ദാനായിരുന്നു അവൻ്റെ അമ്മ. അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല. രാജാധികാരം തൻ്റെ കയ്യിൽ ഉറച്ചപ്പോൾ അവൻ തൻ്റെ പിതാവിൻ്റെ ഘാതകരായ സേവകന്മാരെ വധിച്ചു. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ അവരുടെ മക്കളെ കൊന്നില്ല. പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോ മക്കളുടെ അകൃത്യത്തിന് പിതാക്കന്മാരോ വധിക്കപ്പെടരുത്. ഓരോരുത്തരും താങ്കളുടെ അകൃത്യത്തിന് മരണശിക്ഷ അനുഭവിക്കണം എന്ന കർത്താവിൻ്റെ കൽപ്പന അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അമസ്യ യൂദായിൽ നിന്നും ബെഞ്ചമിനിൽ നിന്നും ആളുകളെ ശേഖരിച്ച് അവരെ കുടുംബക്രമത്തിൽ സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും കീഴിൽ നിയോഗിച്ചു. 20 അതിനുമേലും വയസ്സുള്ള 3 ലക്ഷം പേരെ അവൻ ഒരുമിച്ച് കൂട്ടി. അവർ യുദ്ധശേഷിയുള്ളവരും കുന്തവും പരിചയും ഉപയോഗിക്കാൻ കഴിവുള്ളവരുമായിരുന്നു. ഇതിനു പുറമെ ഇസ്രായേലിൽ നിന്ന് 1,00,000 വീരയോദ്ധാക്കളെ 100 താലന്ത് വെള്ളിക്ക് കൂലിക്കെടുത്തു. എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത്. കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേലരോട് കൂടെയില്ല. ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിൻ്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും. അമസ്യ ദൈവപുരുഷനോട് പറഞ്ഞു, ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ 100 താലന്ത് വെള്ളി കൊടുത്തു പോയല്ലോ. ദൈവപുരുഷൻ പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട്. അപ്പോൾ അമസ്യ എഫ്രായിമിൽ നിന്ന് വന്ന സൈന്യത്തെ പിരിച്ചുവിട്ടു. അവർക്ക് യൂദായോട് വലിയ അമർഷം തോന്നി. കോപാക്രാന്തരായി അവർ വീടുകളിലേക്ക് മടങ്ങി. അമസ്യ സധൈര്യം സൈന്യത്തെ നയിച്ച് ഉപ്പുതാഴ്വരയിലെത്തി 10,000 സേർ പടയാളികളെ വധിച്ചു. യൂദാ സൈന്യം വേറെ 10,000 പേരെ ജീവനോടെ പിടിച്ച് ഒരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു. അവരുടെ ശരീരങ്ങൾ ഛിന്നഭിന്നമായി. യുദ്ധത്തിന് കൊണ്ടുപോകാതെ അമസ്യ പിരിച്ചുവിട്ട സൈനികർ സമരിയായ്ക്കും ബെത്ത്ഹൊറോനും ഇടയ്ക്കുള്ള യൂദാ നഗരങ്ങൾ ആക്രമിച്ച് 3,000 പേരെ കൊല്ലുകയും വളരെയേറെ കൊള്ളവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു. ഏദോമിരെ തോൽപ്പിച്ചു മടങ്ങുമ്പോൾ അമസ്യ സേർ നിവാസികളുടെ ദേവവിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവന്നു. അവയെ സ്വന്തം ദേവന്മാരായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കർത്താവ് അമസ്യയോട് കോപിച്ച് ഒരു പ്രവാചകനെ അയച്ചു. അവൻ ചോദിച്ചു, സ്വന്തം ജനത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്ന ഈ ദേവന്മാരെ നീ ആശ്രയിക്കുന്നതെന്തിന്? അപ്പോൾ അമസ്യ അവനോട് പറഞ്ഞു, രാജാവിൻ്റെ ഉപദേഷ്ടാവായി നിന്നെ നിയമിച്ചിട്ടുണ്ടോ? നിർത്തൂ, അല്ലെങ്കിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടും. പ്രവാചകൻ ഇത്രയും കൂടി പറഞ്ഞു നിർത്തി, നീ ഇപ്രകാരം പ്രവർത്തിക്കുകയും എൻ്റെ ഉപദേശം ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവം നിന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയിക്കുന്നു. യൂദാ രാജാവായ അമസ്യ ഉപദേഷ്ടാക്കളോട് ആലോചിച്ച് യേഹൂവിൻ്റെ മകനായ യഹോവഹാസിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിൻ്റെ അടുത്ത് ആളയച്ച് പറഞ്ഞു, വരൂ, നമുക്കൊരു ബലപരീക്ഷണം നടത്താം. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസ്യയ്ക്ക് മറുപടി നൽകി, ലെബനോനിലെ ഒരു മുൾച്ചെടി, ലെബനോനിലെ ഒരു ദേവദാരുവിനോട് നിന്റെ മകളെ എൻ്റെ മകന് ഭാര്യയായി തരിക എന്നാവശ്യപ്പെട്ടു. ലെബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടി ചവിട്ടിയരച്ചു കളഞ്ഞു. ഏദോമിനെ തകർത്തു എന്ന് നീ വീമ്പിളക്കുന്നു. അടങ്ങി വീട്ടിലിരിക്കുക. എന്തിന് യൂദായ്ക്കും നിനക്കും വെറുതെ നാശം വിളിച്ചു വരുത്തുന്നു? എന്നാൽ അമസ്യ കൂട്ടാക്കിയില്ല. ഏദോമിലെ ദേവന്മാരെ സേവിച്ചതുകൊണ്ട് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിരുന്നു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു. അവൻ യൂദാ രാജാവായ അമസ്യയുമായി യൂദായിലെ ബേത്ഷേമിൽ വെച്ച് ഏറ്റുമുട്ടി. യൂദാ സൈന്യം പരാജയപ്പെട്ടു. പടയാളികൾ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ രാജാവായ യഹോവഹാഷ് അഹസിയായുടെ മകനായ യോവാഷിൻ്റെ മകനും യൂദാ രാജാവായ അമസ്യയെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ജെറുസലേമിൻ്റെ മതിൽ എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ച് ഓബദ് ഏദോമിനെ തടവുകാരനാക്കി രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ കൈവശപ്പെടുത്തി. കൊള്ളമുതലും തടവുകാരുമായി സമരിയയിലേക്ക് മടങ്ങി. യഹോവഹാസിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ യോവാഷിൻ്റെ മരണത്തിനു ശേഷം യോവാഷിൻ്റെ മകനും യൂദാ രാജാവുമായ അമസ്യ 15 വർഷം ഭരിച്ചു.
അമസിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യന്തം യൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന് വിട്ടകന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലേമിൽ ഗൂഢാലോചന നടന്നു. അവൻ ലാക്കീഷിലേക്ക് ഒളിച്ചോടി. അവർ ആളവിട്ട് ലാക്കീഷിൽ വെച്ച് അവനെ വധിച്ചു. മൃതദേഹം കുതിരപ്പുറത്ത് കൊണ്ടുവന്നു ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. സങ്കീർത്തനങ്ങൾ 70. കർത്താവേ, വേഗം വരണമേ. ദൈവമേ, എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ. എനിക്ക് ദ്രോഹമാലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ. ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ദൈവമേ, എൻ്റെ അടുത്ത് വേഗം വരണമേ. അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവേ, വൈകരുതേ.